സൈക്ലിങ്ങിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാനും സൈക്ലിംഗ് എൻകറേജ് ചെയ്യാനും ഇന്ന് വേൾഡ് സൈക്കിൾ ഡേ ആണ്. മിഡ് ഡേ മസാലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ RJ അഞ്ജലി. വെൽക്കം ബാക്ക്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് അർച്ചന. സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത് കോവിഡ് ടൈമിലാണ്. മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് സൂപ്പർ ആന്റണിയർ എന്ന ഒരു ടൈറ്റിലാണ്. ഞാൻ SR ആണ്, അതായത് 2 വട്ടം ആ ടൈറ്റിൽ നേടിയിട്ടുണ്ട്. 20,000 കിലോമീറ്റർ സോഫാർ ചവിട്ടിയിട്ടുണ്ട്. സൈക്ലിങ് ബ്രെവേ എന്ന് പറഞ്ഞൊരു ഈവന്റ്, അതായത് ഒരു ലോങ് ഡിസ്റ്റൻസ് സൈക്ലിംഗ് ആണ്. അതൊരു ഈവന്റ് ആയിട്ട് നടത്തുന്നതാണ്. അപ്പം നമ്മുടെ എൻഡുറൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈവന്റ് ആണ്. അപ്പൊ അതിലെന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ബ്രെവയിലുള്ള ചില ഈവന്റ്സ് ആണ് 200 കിലോമീറ്റർ, 300 കിലോമീറ്റർ, 400 കിലോമീറ്റർ, പിന്നെ 600 കിലോമീറ്റർ ഒക്കെ. അപ്പം ഇതിൽ 200 കിലോമീറ്റർ ഒരു 13 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഉള്ളത് 300 ആണെങ്കിൽ ഒരു 20 അവേഴ്സിനുള്ളിൽ, പിന്നെ 400 ഒരു 27 അവേഴ്സ്, 600 ആണെങ്കിൽ 40 അവേഴ്സ്. അപ്പം ഇങ്ങനെയുള്ള ചലഞ്ചാണ് ഈ ബ്രെവയിലുള്ളത്. അപ്പോൾ ഒരു സീസണിൽ തന്നെ നമ്മൾ ഈ 200, 300, 400, 600 ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ടൈറ്റിലാണ് സൂപ്പർ ആന്റണിയർ. അപ്പൊ ഈ ഇതിന്റെ ഇടയിൽ തന്നെ നമുക്കിപ്പം പല കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം, എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പം എന്ത് കൈൻഡ് ഓഫ് ഇഷ്യൂസ് ഉണ്ടായാലും നിങ്ങൾ സ്വയം അത് ഹാൻഡിൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം അങ്ങനെ ഒരു സംഭവം, ഇപ്പൊ ടയർ പഞ്ചറായി, അതിന്റെ പേരിൽ നമുക്ക് എക്സ്ട്രാ ടൈം തരത്തൊന്നുമില്ല. മാത്രമല്ല ഈ ഇത്രയും കിലോമീറ്ററിന്റെ ഇടയിൽ തന്നെ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് ഇത്രയും ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ചെക്ക് പോയിന്റ് കാണും. ആ ചെക്ക് പോയിന്റ് നമ്മൾ റീച്ച് ചെയ്യണം ടൈമിനുള്ളിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഈവന്റ് ആണ്. അപ്പൊ എനിക്ക് അത് 2 വട്ടം അത് ആ ഒരു സീസണിൽ തന്നെ നമ്മളത് 2 വട്ടം എടുക്കാൻ പറ്റി. അപ്പൊ അതുകൊണ്ടാണ് SR എന്ന ടൈറ്റിൽ കിട്ടിയത്. സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു നോർമൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പം സൈക്ലിംഗ് ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ്, ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ റണ്ണിനെ പോലെ തന്നെ നല്ലൊരു ആക്ടിവിറ്റിയാണ്. പക്ഷെ എല്ലാവർക്കും അതിൽ ഇൻട്രസ്റ്റ് വരണമെന്നില്ലല്ലോ. അപ്പം ആദ്യം നിങ്ങൾ റൈഡ് ചെയ്ത് നോക്കിയിട്ട്, അപ്പൊ ആദ്യമേ കയറി ഹൈ എൻഡ് ആയിട്ടുള്ള സൈക്കിൾ മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരു നോർമൽ സൈക്കിൾ വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഹൈബ്രിഡ് സൈക്കിൾ വെച്ചിട്ടാണ്. അപ്പം ഒരു ക്രോസ് ട്രെയിനിങ് എന്ന രീതിയിലാണ് ആക്ച്വലി ഞാൻ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ റണ്ണിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ക്രോസ് ട്രെയിനിങ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും കൂടുതൽ ഞാൻ സൈക്ലിങ്ങിലോട്ട് ഫോക്കസ് തുടങ്ങിയത് കോവിഡ് ടൈമിലാണ്. അപ്പൊ കോവിഡ് ടൈമില് സൈക്ലിംഗ് ആ സമയത്താണ് ഞാൻ TBC ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുന്നത്. TBC ഒരു സൈക്ലിംഗ് ഗ്രൂപ്പാണ്. ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബ് എന്നാണ് അതിന്റെ പേര്. അപ്പം ആദ്യം ഞാൻ സോളോ റൈഡ്സ് ആയിരുന്നു. പിന്നെ ഈ TBC ജോയിൻ ചെയ്ത ശേഷം ഒരു ഗ്രൂപ്പ് റൈഡ്സിനൊക്കെ പോയി തുടങ്ങി. അപ്പൊ അതെനിക്ക് ആ സമയത്ത് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ആകെയുള്ള ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി TBCയുടെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് റൈഡ്സ് ഒക്കെ ആയിരുന്നു. എനിക്കും ഇടയ്ക്ക് സൈക്ലിങ്ങിനോട് ഒരു ക്രേസ് തോന്നിയിട്ട് ഞാനൊരു സൈക്കിളൊക്കെ വാങ്ങിയതാണ്. പക്ഷെ അത് ആദ്യത്തെ ഒരു 5-6 ദിവസം ചവിട്ടി എന്നുള്ളതല്ലാതെ പിന്നീട് അത് പൊടിയടിച്ച് അവിടെ തന്നെ വീട്ടിലൊരു മൂലക്കിരിപ്പാണ്. അപ്പോൾ അത് പൊടി തട്ടിയെടുക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, ആ ഒരു എനർജി നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു അന്വേഷണത്തിലാണ് ഞാനും. ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തായാലും നമുക്ക് എന്തെങ്കിലും എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റൂലല്ലോ. ഒരു ഹെൽത്തിയർ ലൈഫ് സ്റ്റൈലിന് എപ്പോഴും നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവണം. പിന്നെ സൈക്ലിങ് എനിക്ക് കൂടുതലും ഒരു എന്താ പറയാ, ഒരു മെന്റൽ ഹെൽത്തിന്
വളരെ നല്ലതായിട്ടൊരു സ്ട്രെസ് കുറയാനും, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സോഷ്യൽ റൈഡ്സിനൊക്കെ പോകുമ്പോൾ, ഗ്രൂപ്പ് റൈഡ്സിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു ആ സോഷ്യൽ ഇന്ററാക്ഷൻ വഴിയും ഒക്കെ നമുക്ക് ഒരു എന്റെ മോർണിംഗ് എന്ന് പറയുന്നത് ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ദിവസം മൊത്തം നല്ലൊരു എനർജറ്റിക്കും റിഫ്രഷിങ്ങും ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഭയങ്കര വലിയൊരു ഇതെന്ന് പറയുന്നത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പം ഈ BRM ഒക്കെ അറ്റൻഡ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ, ഞാനതെല്ലാം ഈ TBC ഗ്രൂപ്പിൽ വന്ന ശേഷമാണ് ഇതിനെ പറ്റിയൊക്കെ അറിയുന്നത് തന്നെ. അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ ഈ ബ്രവയെ പറ്റി കേട്ടപ്പോ അയ്യോ ഇതൊന്നും എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനം, അത് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ കിട്ടിയ ഒരു കോൺഫിഡൻസ്, അത് നമുക്ക് പിന്നെ നമ്മുടെ ലൈഫിൽ തന്നെ പേഴ്സണൽ പല സിറ്റുവേഷൻസിലും ഓരോ ചലഞ്ചസ് വരുമ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു കിട്ടിയിട്ടുള്ള ആ കോൺഫിഡൻസ് പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആരോഗ്യകരമായ ലൈഫ് സ്റ്റൈലിന് നമുക്ക് ശീലമാക്കാൻ കഴിയുന്ന ഒന്നാണ് സൈക്ലിംഗ്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ, ഒരു റൂട്ട്, രാവിലെ ഇവിടെ ചവിട്ടിയ ഭയങ്കര രസമാണ് അങ്ങനെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, ഒരു റൂട്ട് ഉണ്ടോ? പൊന്മുടി ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, അതൊരു ചലഞ്ചിങ് റൈഡ് ആണല്ലോ. ഒരു പൊന്മുടി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 1 കിലോമീറ്റർ ആണ് ഇലവേഷൻ തന്നെ വരുന്നത്. പൊന്മുടി നല്ല സ്ഥലമാണ്, പക്ഷെ എന്നും നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഇതല്ല. അപ്പൊ നമ്മൾ കൂടുതലും പോകാറുള്ളത് ശംഖുവം ബീച്ചാണ്. അത് ബീച്ചിൽ പോയി അവിടെ കുറച്ചു നേരം നിന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സംസാരമൊക്കെ സംസാരിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മള് അതാണ് മിക്കപ്പോഴും നമ്മുടെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. എത്ര മണിക്ക് ഇറങ്ങുമായിരിക്കും? ഇപ്പൊ ട്രാഫിക് ഒന്നും വരാത്തൊരു ടൈമിലായിരിക്കുമല്ലോ നമ്മൾ ഇറങ്ങുന്നത് അല്ലേ? അതെ 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 അതെ, ഒരു 5:30 ഒക്കെയാണ് ഞാൻ ഇറങ്ങാറുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും സൈക്ലിംഗ് തുടരൂ, ലൈഫിൽ ഒരുപാട് സന്തോഷവും ആരോഗ്യവും വരട്ടെ. താങ്ക് യു സോ മച്ച്. മിഡ് ഡേ മസാലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ RJ അഞ്ജലി. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും.